അവരതിങ്ങനെ ഇന്നിതാ ചില ആളുകൾ ഇങ്ങനെ മുറിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ മുറിച്ചു കൊടുക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി അവിടുന്നതാ ഹജ്ജത്തിൽ വെച്ച് വിതരണം ചെയ്തപ്പോ ലക്ഷങ്ങൾ വരുന്ന സഹാബിമാർക്ക് കിട്ടിയ 1-2 മുടിയിഴകൾ, അതാ അത്തരത്തിലുള്ള മുടിയിഴകൾ അവര് സൂക്ഷിച്ചു. പലരും അത് അവരുടെ കഫൻ കുടവയിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ലോകത്ത് നിന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഒരു വസ്തുക്കളും പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് അതാ നിസ്സംശയം പറയാവുന്ന ഒരു വസ്തുവും ലോകത്തില്ല. ഉണ്ടെന്ന് ശരിയായ സനദിലൂടെ തെളിയിക്കാൻ ഒരാൾക്കും സാധ്യവുമല്ല. ചിലര് പറയുന്നു ഞങ്ങളുടെ കയ്യിലുള്ള മുടിക്ക് സനതുണ്ട്. എവിടെയാണോ സനത്? എന്ത് സനതാണ്? ഒരു കുടുംബത്തിന്റെ സനത് പറഞ്ഞാൽ മതിയോ? നബി തങ്ങൾ ആരെ ഏൽപ്പിച്ചോ അയാള് മറ്റേയാളെ ഏൽപ്പിച്ചു. ഇങ്ങനെ മുടി ഏൽപ്പിച്ച സനത് വേണം. ആ നിലക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് അതാ കൃത്യമായി വിശ്വാസയോഗ്യരായ ആളുകളിലൂടെ വന്ന് കിട്ടിയ നിലക്കെന്ന് പറയാവുന്ന മുടിയോ, അവിടുത്തെ തലപ്പാവോ, അവിടുത്തെ ചെരിപ്പോ, അവിടുത്തെ വാളോ, അവിടുത്തെ മോതിരമോ, മറ്റേതെങ്കിലും തിരുശേഷിപ്പുകളോ ഇന്ന് ലോകത്തില്ല. അത് ശരിയായ നിലക്ക് സ്ഥാപിക്കാനൊട്ട് സാധ്യവുമല്ലാത്തത്ര സങ്കീർണമായ നിലക്ക് അത്രത്തോളം അതിന്റെ പേരിൽ കള്ളവാദങ്ങൾ ഉണ്ടെന്ന് ഇതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരവരുടെ കിതാബുകളിൽ എഴുതിവിട്ടില്ലേ. സ്വന്തം രോമം എടുത്തു വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളത്തിൽ മുക്കിക്കൊടുത്താൽ സമ്മേളനം വിജയിക്കും. റസൂലുള്ളാഹിന്റെ മുടിയാവോ? എന്താ ഈ ചെയ്യുന്ന പ്രവർത്തനം? അതിന്റെ സനത് ചോദിച്ചിട്ട് ഇതുവരെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു. നമുക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജീവൻ കൊടുത്താൽ അത് കിട്ടുവോ? കിട്ടൂലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജീവൻ കൊടുത്താൽ അത് കിട്ടുവോ? കിട്ടൂലല്ലോ. ഒരാളും അത് കൊടുക്കൂലല്ലോ. അത്രയും പുണ്യമായി മുസ്ലിം ലോകം കണക്കാക്കുന്ന ഒരു സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുത്തെ മുടിയാണെന്നും പറഞ്ഞിട്ട്, നബി തങ്ങളുടെ മുടിയാണെന്നും പറഞ്ഞിട്ട് കള്ളച്ചരക്ക് വിൽപ്പന നടത്തുന്നു, കള്ളമുടിയിട്ട വെള്ളം കുടിപ്പിക്കുന്നു, കള്ളമുടി പ്രദർശനത്തിന് 40 കോടിയുടെ കെട്ടിടമുണ്ടാക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് നബി തങ്ങളെ അവഹേളിക്കലാണ്. ഇത് നബി തങ്ങളെ അവഹേളിക്കലാണ്. മാത്രമല്ല വേറെ എന്തൊക്കെ വിശ്വാസം ഇവരിതിന്റെ പേരിൽ പറയുന്നുണ്ട്. നബി തങ്ങൾ അതാ ശൈഖ് അബൂബക്കറിന് കൊടുക്കാൻ ഏൽപ്പിച്ചതാണത്രേ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടത്രേ അബൂബക്കറിന് കൊടുക്കണം ഈ മുടി. ഏത് അബൂബക്കർ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിമീങ്ങളുടെ നേതാവിനല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ട് അള്ള പറഞ്ഞ ആശയത്തിന് എതിര് പറയുന്ന ഒരു വ്യാജനായ അബൂബക്കർ ഉണ്ട് ഇവിടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. യതീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ മർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ അബൂബക്കറിന് കൊടുക്കണമെന്ന് അതാ നബി തങ്ങൾ പറഞ്ഞു പോലും. എന്താണ് കാന്തപുരത്തെ അള്ളാന്റെ റസൂല് തൃപ്തിപ്പെട്ടു എന്നതിന് തെളിവാണ് പോലും. മർക്കസിന് അംഗീകാരം കിട്ടി പോലും, റസൂലിന്റെ അംഗീകാരം കിട്ടി പോലും. എന്തൊക്കെ നുണകളാ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ആളുടെ കയ്യിലുള്ള മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയല്ല എന്നതിന് ഇതിലപ്പുറം തെളിവ് വേണോ? കാരണം മൂപ്പര കയ്യിരിപ്പ് പരിശോധിച്ചാൽ മതി. ഈ അബൂബക്കറിന്റെ കയ്യിരിപ്പ് പരിശോധിച്ചാൽ മതി. ഇയാൾ ആരാ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്ന ആയത്താളാണ്.
നിങ്ങൾക്കറിയില്ലേ, കൊട്ടപ്പുറത്ത് വെച്ച് ചോദിച്ചു, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് സലഫികൾ ചോദിച്ചപ്പോൾ ഈ മുസ്ലിയാർ അപ്പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ഉണ്ട് മൗലവി, ഉണ്ട് ഉണ്ട്. നേരത്തെ പറഞ്ഞ ആയത്തുണ്ട്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്തോതിയിട്ട് അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സർവ്വ അമ്പിയാക്കളെയും വിളിക്കാൻ പറഞ്ഞതാണെന്ന കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞ ഈ മനുഷ്യനെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചുവെന്നോ ആദരിച്ച് മുടി കൊടുത്തുവെന്നോ ആ സ്ഥാപനത്തിന് അംഗീകാരം കൊടുത്തുവെന്നോ ഒരൊറ്റ മനുഷ്യനെയും വിശ്വസിക്കാൻ കിട്ടൂല. വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോ. ലോകത്താരുടെ പേരിലും ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. ഏത് പേരിൽ? ഇയാളുടെ പേരിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പേര് തന്നെ എന്താണ്? കാന്തപുരത്തിന്റെ തിരഞ്ഞെടുത്ത നുണകൾ. കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെയുണ്ട്. അത്രത്തോളം കെദ്ദാബാണ്, അത്രത്തോളം നുണ പറയുന്നയാളാണ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ഫത്വകൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേര് ഒരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക, ഇല്ല ഇല്ല, ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകൾ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. നുണ പറയുന്നയാളെ അല്ലാഹുവിന്റെ റസൂല് തൃപ്തിപ്പെട്ടുവെന്നോ മാത്രമല്ല, പരിശുദ്ധമായ കരങ്ങളിൽ അല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയെത്തൂല. ഇയാൾക്ക് യാതൊരു ജീവിത വിശുദ്ധിയുമില്ല എന്ന് ഞാനല്ല പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഇയാളുടെ കീഴിൽ നിന്ന് ബുഖാരി മുസ്ലിമും ഒക്കെ ഓതിപ്പടിച്ച ശിഷ്യനായ ഹസൻ സഖാഫി പോലും പറയുന്നുണ്ട്, ഇയാളുടെ കയ്യിലേക്ക് ഏതായാലും റസൂലുള്ളാഹിയുടെ മുടി കിട്ടൂല. കാരണം ഇയാളെ പറ്റി എനിക്കറിയൂലേ, ഇയാളുടെ ജീവിത ശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മുബാറക്കായ പരിശുദ്ധമായ കരങ്ങളിലേക്കല്ലാതെ റസൂലുള്ളാഹിയുടെ മുടിയെത്തൂല എന്ന മുജാഹിദല്ല പറഞ്ഞത്. അതേ അബൂബക്കറിന്റെ ശിഷ്യനായ ഹസൻ സഖാഫിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ തന്നെ മുടി കളഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. ആ മുടി വിതരണം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, നിങ്ങളെ മെമ്പർഷിപ്പ് SKSSF-ലാണെങ്കിലും നിങ്ങളെ മെമ്പർഷിപ്പ് SSF-ലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നാലോചിക്കണം, മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുടി പരിശുദ്ധ കരങ്ങളിൽ അല്ലാതെ എത്തൂല. ഇതാ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേ എത്തൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞത്? അതെ, എനിക്ക് കിതാബോധി പഠിപ്പിച്ചു തന്ന എന്റെ ഉസ്താദായിരുന്ന ഇയാളെ എനിക്കറിയാം. ഇയാൾക്കൊരു ജീവിത വിശുദ്ധിയുമില്ലാത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തിരുമുടി എത്തൂല. അവരാണ് പറയുന്നത്. ഇത് പറയുമ്പോ നിങ്ങൾ പറയും അതൊക്കെ വേഷം കൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങൾ പല ഗ്രൂപ്പുണ്ട്, EKAP സംസ്ഥാന എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പല ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഞങ്ങൾ പല തർക്കങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ പറയും. അതുകൊണ്ടും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ അഹ്സനി പ്രസംഗിക്കുന്നുണ്ട്. അത് സുന്നികളായി 3 വിഭാഗക്കാരാണ് നമ്മുടെ നാടുകളിലുള്ളത്. ഒന്ന് AP വിഭാഗം, മറ്റൊന്ന് EK വിഭാഗം, ഒന്ന് സമസ്ഥാന. ബഹുമാനപ്പെട്ട ശൈഖുന സദഖത്തുല്ലാഹിൽ വണ്ടൂരി അവർ നേതൃത്വം കൊടുത്ത സമസ്ഥാന എന്ന് പറയുന്ന, എനിക്കതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായി അറിയില്ല. ഈ 3 വിഭാഗമാണ് ഇന്ന് സുന്നികളുള്ളത്. ഈ 3 വിഭാഗത്തിനും ബിദ്അത്ത്, പുത്തനാശയം ഇല്ല. ഈ 3 വിഭാഗത്തിന്റെ കയ്യിലും തെറ്റായ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുന്ന വിശ്വാസങ്ങളില്ല എന്നർത്ഥം.
കർമ്മപരമായും ബിദ്അത്ത് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ നിങ്ങളുടെ അഹ്സനി പ്രസംഗിക്കുന്നത്? അതാ ലോകത്ത് സുന്നികൾ 3 എണ്ണമാണ്. EKAP സംസ്ഥാന ഇത് 3 സുന്നികളാണ്. ഇവര് തമ്മിൽ വിശ്വാസത്തിൽ ഒരു തകരാറുമില്ല, കർമ്മപരമായിട്ടും ഒരു തകരാറുമില്ല. എല്ലാം ഒന്ന് തന്നെ, എല്ലാവരും സുന്നികൾ തന്നെ എന്ന് നിങ്ങൾ പറഞ്ഞ അതേ സഖാഫിയാണ് പറയുന്നത്. കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി ശരിയായ മുടിയല്ല, കാരണം അദ്ദേഹം ജീവിത ശുദ്ധിയില്ലാത്തയാളാണ്. അതുകൊണ്ട് നല്ല കരങ്ങളിലേക്ക് റസൂലുള്ളാഹിയുടെ മുടിയെത്തൂ. അതുകൊണ്ട് ഇയാളുടെ കയ്യിലുള്ള മുടി ശരിയല്ല, അത് സ്വന്തം മുടി തന്നെ. കുറച്ചു കൊല്ലം മുമ്പ് വേറൊരു മുടി മർക്കസിൽ വന്നിരുന്നു. ആ മുടിക്ക് ഇപ്പൊ വലിയ സ്ഥാനമൊന്നുമില്ല. ഇപ്പോൾ പുതിയൊരു മുടിയായെത്തിയിട്ടുള്ളത്. മുമ്പത്തെ മുടിയതാ സൂര്യൻ ഉദിച്ചപ്പോൾ മെഴുകുതിരി അണഞ്ഞു എന്ന് പറയും പോലെ അതാ പോയ മട്ടാണ്. ആ മുടിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ തന്നെ യഥാർത്ഥ സുന്നികളാണ്. ഞങ്ങളൊന്നും തമ്മിൽ ഒരു തർക്കവുമില്ല, ഞങ്ങളെല്ലാം സുന്നികളാണെന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഭാഗത്തിലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പഴയ മുടി ഏതാണെന്നും പറഞ്ഞത് കേൾക്കണോ? എന്തിനേറെ സ്വലാത്ത് വിറ്റ് കാശാക്കാൻ മടിയില്ലാത്ത ഈ വിഭാഗം ആദരണീയരായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്തായാലും ഇതിന്റെ കൃത്യമായൊരു വിശദീകരണം ഒന്ന് സത്യതാൽ എഴുതണം, ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം. അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യ. ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോൾ നബിന്റെ മുടിക്ക് ബറക്കത്തുണ്ടെന്ന് പറയുമ്പോൾ നബിന്റെ മുടി കാരന്തൂർ മർക്കസിലുണ്ട് എന്ന് പറയുന്നില്ല. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു? ഇയാൾ കാന്തപുരാണെങ്കിലും കൂടിയിട്ട് നമ്മുടെ ആദർശത്തിന് കുഴപ്പം വരാൻ പാടില്ലല്ലോ. കൃത്യമായ മറുപടി പറയണ്ടേ? ആ ബോധ്യപ്പെടണം. പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ. കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1% പോലും സത്യത്തിന് സാധ്യതയില്ല എന്ന് ഉറപ്പാണ്. കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ. നമുക്ക് അനുഭവങ്ങൾ ധാരാളം. ഇപ്പോൾ ഒരിക്കൽ വേങ്ങര ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ക്ലാസ്സാ സംശയം ചോദിച്ചു, കാരന്തൂർ മർക്കസ് റസൂലുള്ളാഹിന്റെ മുടി ഉണ്ട് എന്ന് പറയണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. MP മുസ്തഫൽ ഫൈ സ്റ്റേജിൽ മൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും എന്ന് പറഞ്ഞു. കാരണം മൂപ്പർക്ക് ശരിക്കറിയാം കാന്തപുരത്തിനെ കുറിച്ച്. ഈ കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു. ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ റബീഉൽ അവ്വൽ 1 ആ സത്യതല എഴുതാൻ വേണ്ടി. ഞാൻ ഇന്ന ആളാണ്, കോഴിക്കോട് SKSന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് AP ഉസ്താദിൽ നിന്ന് കിട്ടണം, ഒരു വിഷയം സംസാരിക്കാനാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയാനാണ് പറഞ്ഞു. അപ്പോൾ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു ഷെയ്ഖുന സ്ഥലത്തിലെ പുറത്താണ്, ഇവിടെ സീഫൈസ് ഉണ്ട്. സീഫൈസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് മരുമകനല്ലേ പുതിയാപ്പട, അദ്ദേഹമാണ് ജനറൽമാർ. ഒക്കെ സ്വന്തക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ട്രസ്റ്റ് ആക്കിയേക്കാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നു. അവിടെ ഉസ്താദ് ഉണ്ട്, സീഫൈസ് കൊടുക്കാറുണ്ട്. കൊടുത്തു. ഞാൻ പരിചയപ്പെടുത്തി, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഒരു കൃത്യമായ ഒരു വിശദീകരണം തന്നാൽ ഇത് നബിന്റെ മുടി തന്നെയാണോ, എവിടുന്ന് കിട്ടിയാലും ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞു ഫൈസി എനിക്കതിനെ പറ്റാറില്ല, ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ മൂപ്പര് വരുമ്പോൾ മൂപ്പരോട് ചോദിച്ചോളി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫൈസി അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവില്ല, എവിടുന്ന് കിട്ടി, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അയാൾ പറഞ്ഞു മറുപടി അത് ഗുജറാത്തിൽ നിന്നോ ബോംബെയിൽ നിന്ന് എവിടുന്നോ കിട്ടിയാണ്, എനിക്കതിനെ പറ്റില്ല, മൂപ്പര് വന്നിട്ട് നിങ്ങൾ ചോദിച്ചോളി. അപ്പോൾ സീഫൈസിക്ക് ഒരു വിശ്വാസമായി, എനിക്ക് ഉറപ്പായി. കാരണം മൂപ്പരും അപ്പം നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ്. ഞാൻ വരട്ടെ വിചാരിച്ചു. അപ്പം നാഷണൽ ദഅവ കോൺഫറൻസിലൊക്കെ അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു നാസർ ഫൈസിക്ക് ഒന്ന് വിളിച്ചു നോക്കല്ലേ വെച്ച് വിളിക്കാറുണ്ട്. വിളിച്ചു വരുന്നല്ലേ വിളിച്ചു. ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറുണ്ട്. 10 മണിക്ക് മൊബൈലൊന്നും കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ 1-2 സംഘടനയെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു ആദർശ രംഗത്ത് ഒരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിൻ്റെ മുടി മർക്കസിലുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനതുണ്ടോ, അത് എവിടുന്ന് കിട്ടി, അതിൻ്റെ പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ, ഉറപ്പ് പറയാൻ, അതിന് നിജസ്ഥിതി അറിയാനാണ് ഉസ്താദിനെ വിളിച്ചത്. നേരത്തെ സീഫൈസിനെ വിളിച്ചു, ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കുകയാണ് പറഞ്ഞു. ആ മോനെ അതിനെന്താ സംശയം, റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങൾ, മോനിപ്പോൾ എവിടെയുള്ളത്? ഞാൻ കരുവാറുണ്ട് താറിന് അല്ലാ മാനു മുസ്ലിയാരുടെ വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂലുള്ളാഹിന്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇബ്നു സീരീൻ റസൂലുള്ളാഹിന്റെ മുടിന്റെ പുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കണ്, അങ്ങനെ പറഞ്ഞേക്കണ്, ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റോളം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദേ ഞാൻ ചോദിച്ചത്
ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി? അതിന്റെ ഒരു കൃത്യമായ പരമ്പര. അപ്പൊ വെല്ലൂരിൽ നിന്ന് കിട്ടിയതാണോ? എന്നാ വെല്ലൂർ പോകൂലേ? അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാണോ? സുഡാനിൽ പോകൂലേ? അല്ല കശ്മീരിൽ കിട്ടിയ എന്നാ കശ്മീരിൽ നിന്ന് പോകൂലേ? അല്ല അബുദാബിന്ന് കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല. എവിടുന്നെങ്കിലും ഉള്ള മുടിയല്ലേ കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മാന്യമായി ചോദിച്ചത് എവിടുന്ന് കിട്ടിയതൊരു ജസ്റ്റ് ഒരു വിവരം ഉസ്താദെ. അതിനെന്താ മോനെ സംശയം? അത് വളരെ കൃത്യമായി 5 കൊല്ലം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാ. ഞാനത് പഠിച്ച് വളരെ ബോധ്യപ്പെട്ട അവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ മുടിയെന്ന് ഒരു സംശയം വരാതെ പിന്നെയും മുടിന്റെ മഹത്വം പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഉസ്താദെ ഏതെങ്കിലും മുജാഹിദിൽ പ്രശ്നമാക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ് ഉസ്താദിന്റെ കയ്യിൽ ആ മുടി കിട്ടി അതിന്റെ സനത് ഉണ്ടോ പരമ്പര ഉണ്ടോ, വേണ്ടി വന്നാൽ ഇതായി ഈ മുടി ഇന്ന റസൂലുള്ള വരെ മുട്ടുന്ന ആ പരമ്പര നമുക്ക് ആ സനതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും. വേണ്ടി വന്നാൽ മുജാഹിദിനെ കൂട്ടിക്കൊണ്ടെന്ന് ആലോചിച്ചു. ആ മൂപ്പര് പറഞ്ഞു ചിരിച്ചിട്ട്, ഭയങ്കര ആളല്ലേ, അല്ല മോനെ എങ്ങനെയാണ് സനദിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, അവരൊക്കെ മരിച്ചു പോയില്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആ സനത് എഴുതി വെച്ചിട്ട് ഫോട്ടോക്ക് ഇപ്പൊ ജസ്റ്റ് എടുത്ത് തന്നൂടെ? ഇല്ലെങ്കിൽ വേണ്ട, ഒരു പ്രശ്നം ഉണ്ടായ എന്താ ചെയ്യാന്ന് ചോദിച്ചൊരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ പറഞ്ഞു, മോൻ അങ്ങനത്തെ ആൾക്കൊരു പ്രശ്നം കൂട്ടിയാൽ നമുക്ക് സനത് കാണിച്ചു കൊടുക്കാറുണ്ട്. എന്നാ ശരി അസ്സലാമു അലൈക്കും ഫോൺ വെച്ചു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാണ് മൂപ്പര് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിച്ചിട്ട് ഓഫീസിൽ നമ്പറിലാണ് വിളിച്ചിട്ട് എന്നെ ചോദിച്ചു. അപ്പൊ ചെന്ന് ഫോൺ എടുത്തു. പിന്നെ നേരത്തെ ഫോൺ കട്ടായതാണ്, ഒരു കട്ടുമായിട്ടില്ല. പച്ച കളവ്. ഞാൻ കളവ് എന്ന് പറഞ്ഞാൽ വാസ്തവവിരുദ്ധം പറയാ, മാന്യതയ്ക്ക് നടക്കാത്ത കാര്യമല്ലേ. ഇയാൾ പറയാണ് ഫോൺ കട്ടാതെ. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ട്, മുജാഹിദ് മോന് ജമാഅത്തിലൊന്ന് വിവാദം ഉണ്ടാക്കിയാണ്ട് അതിന് സനത് കാണാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട. അവരെത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാ. പിന്നെ ഒരു വാജിബിന്റെ ഹറാമിന്റെ പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് തബറുക്കിന്റെ പ്രശ്നം. ഇഷ്ടമുള്ള ആൾക്കാർ തബറുക്ക് എടുത്തോട്ടെ, അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട, മോൻ അങ്ങനത്തെ ആൾക്കാരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശത്തിന്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുടിയാണ് പ്രചരിപ്പിച്ചത്. ഒരൊറ്റ കാര്യം ഓർക്കുക, ആദരണീയരായ ഹബീബ് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ പേരിൽ മനഃപൂർവ്വം കളവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലായാലും നരകത്തിൽ അവന്റെ സീറ്റ് അവൻ റിസർവ് ചെയ്തു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിലയിരുത്തുക. കേട്ടിട്ടില്ലേ നിങ്ങൾ എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത്? കാന്തപുരത്തിന്റെ സ്വന്തം മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറയുന്ന നീചത്തരം കാണിക്കുന്നയാളാണ് ഈ മനുഷ്യനെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ തമ്മിൽ തർക്കം തീർക്കാതെ നിങ്ങൾ സലഫികളെ കുറിച്ച് ആരോപണം പറയുന്നു, ഞങ്ങൾ അള്ളാന്റെ റസൂലിനെ ഇകഴ്ത്തുന്നുവെന്ന്, ഞങ്ങൾ അള്ളാന്റെ റസൂലിനെ പുച്ഛിക്കുന്നുവെന്ന്. മറ്റൊരാളുടെ മുടിക്കെട്ടുമായി നടന്നിട്ട് ഇത് നേതാവായ റസൂലുള്ളാഹിയുടെ മുടിയാണെന്ന പെരുങ്കള്ളം ഞങ്ങൾ പറയൂല. ഞങ്ങളുടെ നേതാവിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഒരു കെട്ട് മുടിയും കൊണ്ട് നടക്കാൻ സമ്മതിക്കൂല. ആദർശം കൊണ്ട് സലഫികൾ നേരിടും, ആദർശം കൊണ്ട് ഞങ്ങൾ നേരിടും. നിങ്ങൾ എത്ര കോടിയുടെ കെട്ടിടമുണ്ടാക്കിയാലും, എത്ര കോടിയുടെ കെട്ടിടത്തിൽ ഈ കള്ളമുടി നിങ്ങൾ വെച്ചാലും ഞങ്ങൾ ആദർശം കൊണ്ട് നേരിടും, ആദർശം കൊണ്ട് നേരിടും. എന്താ ആദർശം? നിങ്ങൾക്ക് എവിടുന്നായി മുടി കിട്ടിയത്? ഈ പോരിശയാക്കപ്പെട്ട മുടി കിട്ടിയ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് മുറിച്ച് കിട്ടിയ മുടിയില്ലേ? ആ മുടി മുറിച്ച് കിട്ടിയ കേന്ദ്രത്തിൽ അതാ മുടിക്കെട്ടിന്റെ ചിത്രം ഇന്ന് കണ്ണുള്ളവർക്കൊക്കെ കണ്ടുകൂടെ? ഇന്റർനെറ്റിലൂടെ ലോകമാകെ വ്യാപിച്ചുവല്ലേ ആ ചിത്രം? ആ ചിത്രത്തിൽ കാണുന്ന മുടിക്കെട്ടിൽ നിന്നല്ലേ നിങ്ങൾക്കും മുറിച്ച് തന്നത്? ആ മുടിയുടെ നീളം എത്രയാണ് മുസ്ലിമേ? 75 സെന്റിമീറ്ററും 1 മീറ്ററും അതിനേക്കാൾ അപ്പുറമൊക്കെ നീളമുള്ള വലിയ മുടിക്കെട്ട്. ആൽമരത്തിന്റെ ചോട്ടിൽ വേരുകൾ ആഴ്ന്നിറങ്ങിയതുപോലെ, ആൽമരത്തിന്റെ ചുറ്റും ആലിന്റെ വേരുകൾ തൂങ്ങിക്കിടക്കും പോലെ അതാ ഏതോ ഒരു പെണ്ണിന്റെ മുടി അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, അതിട്ട വെള്ളം കൊടുക്കുന്നു. എന്നിട്ട് ആ മുടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് കള്ളം പറയുന്നുവോ? മുസ്ലിമീങ്ങളെ കിട്ടൂല, ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടൂല. ഞങ്ങളുടെ നേതാവിന്റെ മുടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി ഏറിയാൽ അവിടുത്തെ മുടിയുടെ നീളം ചെവിക്കുന്നി വരെയാണ് അവിടുന്ന് വളർത്തിയിട്ടുള്ളത്. അതാ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന മുടി അതാ കണ്ടു നോക്കൂ, 1 മീറ്ററോളമൊക്കെ വലിപ്പമുള്ള മുടിയാണ്. അപ്പോ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, അല്ല അബൂബക്കറോലിയരെ, നിങ്ങൾ ഇങ്ങനെ മുടിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്ന ഈ മുടി വല്ലാത്ത വലിപ്പം കാണുന്നുണ്ടല്ലോ. അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളോടും ചോദ്യം തുടങ്ങി നാട്ടുകാര്, ആളുകള്.
അപ്പോൾ ഇതാ പുതിയ ഫത്വ. എന്തും പറയാൻ ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തും പറഞ്ഞുകൂടെ? അതാ നബി തങ്ങളുടെ മുടി എന്തേ ഇത്ര നീളം? നബി തങ്ങളുടെ മുടി അങ്ങനെ വളരും തോറും പിളരുന്നു, പിളരും തോറും വളരുന്നു. ഒരു കൊല്ലത്തിൽ നബി തങ്ങളുടെ മുടി 1.7 മുതൽ 2.8 സെന്റിമീറ്റർ വരെ നീളുന്നുണ്ടത്രേ. അപ്പൊ നബി തങ്ങളുടെ മുടി ഇങ്ങനെ നീണ്ടു പോകുന്നു. അപ്പൊ നീണ്ടു പോയാൽ കിലോമീറ്റർ നീളമുള്ള ഒരു മുടിയല്ലേ ഉണ്ടാകൂ? നിങ്ങളുടെ കയ്യിലുള്ള മുടി കെട്ടാണല്ലോ. ഇതെവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അടുത്ത മറുപടി, നീളുക മാത്രമല്ല, വളരുക മാത്രമല്ല, പിളരുന്നുമുണ്ട്. ഒരേ മുടി തന്നെ ശാഖകളായി പിളരുന്നുമുണ്ട്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ രൂപത്തിലുള്ള വർത്തമാനം സുന്നത്ത് ജമാഅത്തിൻ്റെതാണോ? വല്ലാതെ ചിന്തിക്കണേ, പരലോകം ഓർക്കണേ, നേതാവിന്റെ പേരിൽ കള്ളം പറയുന്നത് സൂക്ഷിക്കണേ. ഏത് നേതാവിന്റെ പേരിൽ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു എന്ന് സ്ഥിരപ്പെടണമെങ്കിൽ അത് കേട്ടവര് വേണം, കേട്ടവർ വേണം, അവരെ കേട്ടവർ വേണം. അങ്ങനെ ശരിയായ പരമ്പരകളിലൂടെ കിട്ടണ്ടേ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയതാ ഇന്നയാൾക്ക് കൈമാറി, അയാൾ അടുത്തയാൾക്ക് കൈമാറി എന്ന നിലക്കുള്ള ശരിയായ പരമ്പരയിലൂടെ ഒരു തിരുശേഷിപ്പും ലോകത്തില്ല. ലോകത്തതാ പലരും ചെരുപ്പ് കൊണ്ട് നടക്കുന്നുണ്ട്. നബിതങ്ങളുടെ ചെരുപ്പാണ് പോലും. തലപ്പാവും കൊണ്ട് നടക്കുന്നുണ്ട്. നബിതങ്ങളുടെ തലപ്പാവാണ് പോലും. ആർക്കും എന്തും പറഞ്ഞുകൂടെ? ഇതാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതാണെന്ന് സ്ഥാപിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എനിക്ക് കേൾക്കണോ പ്രിയപ്പെട്ടവരെ? ഈ മുടിക്ക് വേറെയും പ്രത്യേകതയുണ്ടത്രേ. അതിങ്ങനെ മുറിച്ചു കൊടുക്കണേ. ചെക്കന്മാരിങ്ങനെ മുറിച്ചു കൊടുക്കുക, ഒരു പ്രശ്നമല്ല. കത്തിരിക്ക മുറിച്ചിങ്ങനെ കൊടുക്കുക എല്ലാവർക്കും. ഇങ്ങനെ നബിന്റെ മുടിയേ അതിങ്ങനെ ഇഷ്ടമായി വളരുമല്ലേ. വളരും തോറും പിളരുകയാണ്, പിളരും തോറും വളരുവാണ്. ഇങ്ങനെ വളർന്നിങ്ങനെ കാർക്കൂന്തലായിട്ട് ഇങ്ങനെ നീണ്ടു വളർന്ന ആ മുടി, അതിന്റെ പ്രത്യേകത എന്താ പറയുന്നത്? കത്തിച്ചാൽ കത്തുകയില്ല, കത്തിച്ചാൽ കത്തുകയില്ല. അതുപോലെ തന്നെ നിഴലില്ല. അതേ പക്ഷേ അതാ നെറ്റിൽ നിങ്ങൾ തുറന്നു നോക്കിയാൽ, ഇന്റർനെറ്റിലെ സൈറ്റുകളിൽ പരിശോധിച്ചാൽ, ഇവരി കൊണ്ടുവന്ന കേന്ദ്രത്തിലെ മുടിയതാ ഒരാളെടുത്ത് പൊക്കുമ്പോൾ അയാളുടെ നെഞ്ചിലൂടെ നിഴല് കാണുന്നു. നിഴലുള്ള മുടിയാണ്. ഇവരുടെ വാദപ്രകാരം അതും പൊളിഞ്ഞു. അത് മാത്രല്ല, ഈച്ച വന്നിരിക്കൂല. തേൻ പുരട്ടിയാലും ഈച്ച വന്നിരിക്കൂല. അടുത്ത പ്രയോഗം പിന്നെ എന്താണ്? അതുകൊണ്ടും തീർന്നിട്ടില്ലല്ലോ. അതാ ഈ മുടിക്കുള്ള പ്രത്യേകത എന്താണ്? ദിക്റ് കേട്ടാൽ ഈ മുടി അങ്ങ് ആടും. ദിക്റ് കേട്ടാൽ ആടുന്ന മുടിയാണ്. കത്തിച്ചാൽ കത്താത്ത മുടിയാണ്. വളരുന്ന മുടിയാണ്, പിളരുന്ന മുടിയാണ്, നേരില്ലാത്ത മുടിയാണ്, ഇച്ചയിരിക്കാത്ത മുടിയാണ്. അതേ സുന്നത്ത് ജമാഅത്തുകാരെന്ന് അവകാശപ്പെടുന്നവരെ ആരാണിത് പഠിപ്പിച്ചു തന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നുവോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നുവോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നുവോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നുവോ? അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നുവോ? അതേ, ഇവർക്കൊന്നും മുടി കിട്ടിയില്ല അല്ലേ? ആ മുടിയൊക്കെ അവരവഗണിച്ചു അല്ലേ? മസ്ജിദുൽ ഹറാമിൽ മുടി പ്രദർശിപ്പിക്കാൻ ഒരു കേന്ദ്രം കാണുന്നില്ലല്ലോ. മദീനത്തെ പള്ളിയിൽ മുടി പ്രദർശനത്തിനൊരു പ്രത്യേക കേന്ദ്രം കാണാനില്ലല്ലോ. 3-ാം സ്ഥാനമുള്ള ബൈത്തുൽ മുഖദ്ദസിലും മുടി പ്രദർശനത്തിനൊരു പള്ളിയില്ലല്ലോ. അതേ അവസരത്തിൽ ഇവരുടെയൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ കെട്ടുകണക്കിന് മുടിയാണല്ലേ. ഇത് ഞങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയല്ല. മുടി ദിക്റ് കേൾക്കുമ്പോൾ ആടുക. കാരണം ഇവർക്ക് ദിക്റ് ചെല്ലുമ്പോൾ ആടണല്ലോ. ദിക്റ് ചെല്ലുമ്പോ ഇങ്ങനെ ആടണം. ദിക്റ് ചെല്ലുമ്പോ എന്താ കേട്ടില്ലേ? അല്ലാഹ് 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 എന്നറിയുമ്പോ ആടുക. ഇങ്ങനെ മേപ്പെട്ട് ചാടുക, മൂടുകുലുക്കി ദിക്റ്, ചാഞ്ചാടി ദിക്റ്, ഓടി ദിക്റ്, ആടി ദിക്റ്, എന്തെല്ലാം ദിക്റുകളാണ്. എന്നിട്ട് ഇങ്ങനെ ആടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. എന്നിട്ട് ആടുന്നതിന് തെളിവ് വെച്ചാൽ പറയേ, സഹാബത്ത് ആടിയിട്ടില്ലേ? എവിടെയാണോ സഹാബത്ത് ആടിയെന്ന്?
ശരിയായ സനദോടെ ഉദ്ധരിക്ക്. സാധ്യമല്ല, നിങ്ങൾക്ക് സാധ്യമല്ല എന്നിട്ട് ഇപ്പൊ പറയാണ് മൗലവി അതാ പ്രസംഗിക്കുമ്പോ ഇങ്ങനെ കാണിക്കുന്നില്ലേ, ഇങ്ങനെ കാണിക്കുന്നില്ലേ, പ്രസംഗിക്കുമ്പോ ആക്ഷൻ കാണിക്കുന്നില്ലേ, അതുപോലെ അതിനെന്താ തെളിവ്? അതുപോലെ ദിക്റിൽ ലയിച്ചാൽ ഇങ്ങനെ ആക്ഷൻ കാണിക്കും. ദിക്റ് ചൊല്ലിയാൽ ആടുന്നതാണ്. ദിക്റിൽ ആടുക എന്നുള്ളത് സാലിഹീങ്ങളുടെ അടയാളമാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. അതാ മനസ്സിലൊരു ആശയമുണ്ടെങ്കിൽ, ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ കൈ രണ്ടും എന്റെ തൊടയിൽ വെച്ച് ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് പ്രസംഗം എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയും? എന്നാൽ പ്രസംഗിക്കുന്ന ടൈമിൽ എന്റെ കൈ ഞാൻ പൊക്കുന്നു. അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്റെ ശരീരം അങ്ങും ഇങ്ങും അതാ തെരിഞ്ഞും ചാഞ്ഞും എന്റെ ശരീരം അങ്ങും ഇങ്ങും പല ആക്ഷനിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാവട്ടി മുസ്ലിയാരുടെ ഡാൻസ് കളിക്കുകയാണെന്ന് പറയാറുണ്ടോ? ഇല്ല. മറിച്ച് അതൊക്കെ എന്റെ മനസ്സിനകത്തുള്ള ആശയത്തിനനുസരിച്ചുള്ളതായിരിക്കുന്ന ആക്ഷനാണ്. ദിക്ർ മനസ്സിൽ കടന്നു ചൊല്ലിയാൽ അതിനനുസരിച്ച് കൈയും കാലും ശരീരവും ആടിക്കളിച്ചു പോകും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇന്ന് വരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ ശരീരം ആടാത്തത്. നിനക്ക് ദിക്ർ എന്തെന്നറിയില്ല, അള്ള എന്തെന്നറിയില്ല. നിന്റെ മനസ്സിൽ ആകെയായി കൂടിയത് ദുനിയാവാണ്. അതുകൊണ്ട് നിനക്ക് ആടാൻ കഴിയില്ല, ആട്ടം വരില്ല. ആട്ടം വലിയൊരു ഇബാദത്താണ്, വലിയ കൂലുള്ള സംഗതിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് സ്വാലിഹീങ്ങൾ ചെയ്ത അമലാണ്, സ്വഹാബത്തിന്റെ ജീവിതത്തിലുള്ളതാണ്. അബൂ നുഐം റിപ്പോർട്ട് ചെയ്തതാണ്. യുറന്നീനി ഇലൈക ശൗഖു ഹത്താ അമീല മിനൽ യമീനി ഇലശ്ശിമാലി. അല്ലാഹുവേ, നിന്റെ ദിക്ർ ചൊല്ലാൻ ഞാൻ ഇരുന്നാൽ യുറന്നീനി എന്നെ രാഗപ്പാട്ട് കൊണ്ടുപോകുന്നു. അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സാലിഹീങ്ങൾ പറയുന്നു, അവൻ വലഭാഗം കൊണ്ട് തുടങ്ങണം. അവന്റെ ഇലാഹ എന്നെത്തുമ്പോൾ നടുവിലെത്തണം. ഇല്ലല്ലാ എന്ന വാക്കുകൊണ്ട് അവന്റെ ഹൃദയഭാഗത്തേക്ക് അടിച്ചു ചെല്ലണം. ഇമാം സയ്യിദുൽ ബക്കരി തന്റെ കിഫായത്തുൽ അത്ഖിയിൽ പറയുന്നു, സൈറുസ് സുലൂക്കിൽ കാണാം, മറ്റു പല കിതാബുകളിലും കാണാം, സാലിഹീങ്ങളുടെ സ്വഭാവമാണ് ദിക്റിലാടുക, ബൈത്തിലാടുക. സ്വഹാബികൾ അങ്ങനെ ആടുമായിരുന്നു എന്ന് അബൂ നുഐം റിപ്പോർട്ട് ചെയ്യുന്നു. പടച്ചവനെ ദിക്ർ ചൊല്ലിയാൽ ഹത്താ അമീല മിനൽ യമീൻ, എന്റെ വലഭാഗത്തുനിന്ന് ഞാൻ ചാഞ്ഞു പോകുന്നു. അല്ലാ ഇലശ്ശിമാലി, എന്റെ ഇടഭാഗത്തേക്ക് ചാഞ്ഞു പോകുന്നു. ഇളകാതെ ദിക്ർ ചൊല്ലുന്നവരെ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ ആ കാര്യമില്ല. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്റെ മനസ്സിൽ വിഷയങ്ങൾ ആണയിട്ട് പറയുമ്പോൾ അങ്ങനെയില്ല, ഇങ്ങനെയല്ല, അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ എന്റെ കൈ അതിനനുസരിച്ച് ആടുന്നു, എന്റെ ശരീരം അതിനനുസരിച്ച് താളം വെക്കുന്നു. ഇതെന്റെ പ്രസംഗത്തിൽ എന്റെ ശ്രദ്ധയാണ്, എന്റെ മനസ്സുള്ള ആശയത്തിന്റെ ഗൗരവമാണ്. ഈ ഗൗരവമില്ലാത്തത് കൊണ്ടാണ്, ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ശരീരത്തിന് ആട്ടം വരാത്തത്. ആരെയോ പേടിച്ച് സമൂഹത്തിലേക്ക് ചിന്തിച്ച് ആടാൻ പേടിച്ചിരിക്കുന്നവരുമുണ്ട്. അവരൊന്നും ദാക്കിരീങ്ങളല്ല. അവര് അള്ളാനെ അല്ല ഓർക്കുന്നത്, സൃഷ്ടികളെയാണ് ഓർക്കുന്നത്. അവന് കണ്ടുപോകും, ഇവൻ കണ്ടുപോകും, അവൻ നോക്കിപ്പോകും, ഇവൻ നോക്കിപ്പോകും. ആ നോക്കുന്നവരങ്ങ് നോക്കി പോകട്ടെ. നമ്മൾ നോക്കേണ്ടത് അള്ളാഹുലേക്കാണ്. ദിക്റിനെ പറ്റി ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാ മൗലവിമാർ വിമർശിക്കുന്നത്. ദിക്ർ ശരിക്ക് മനസ്സിലാക്കിയവര് ആടും, ദിക്ർ മനസ്സിലാക്കിയവര് ചാഞ്ചാടും. ചോദിക്കട്ടെ, ദിക്ർ എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ച ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആയിരക്കണക്കിന് ദിക്ർ പഠിപ്പിച്ച നേതാവ്, ആയിരക്കണക്കിന് ദിക്റുകൾ ചൊല്ലിത്തന്ന നേതാവ്, ആയിരക്കണക്കിന് തവണ ദിക്ർ ചൊല്ലിയ നേതാവ് ഒരിക്കലെങ്കിലും ആടിയിട്ടുണ്ടോ, ചാഞ്ചാടിയിട്ടുണ്ടോ, മുന്നോട്ടും പിന്നോട്ടും തുള്ളിയിട്ടുണ്ടോ, റൗണ്ടിൽ ഇങ്ങനെ നടന്ന് ഡാൻസ് ആടിയിട്ടുണ്ടോ? നിങ്ങളാണ് പറയേണ്ടത്, തെളിവ് നിങ്ങളാണ് പറയേണ്ടത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നബിതങ്ങളിലേക്ക് എത്തുന്ന പരമ്പര ഞങ്ങൾക്കുണ്ടെന്നല്ലേ നിങ്ങൾ പറയുക? അതാ ഞങ്ങൾ ഇവിടെ നിന്നൊരു ചങ്ങല അങ്ങ് കുലുക്കിയാൽ അത് മദീനത്തെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൗളയിൽ പോയി കുലുങ്ങുമെന്ന്. അത്രത്തോളം നബിതങ്ങളോട് ഞങ്ങൾക്ക് പരമ്പരയുണ്ടെന്ന് വാദിക്കുന്ന പരമ്പരവാദികളെ, നിങ്ങൾക്ക് പരമ്പരയുണ്ടെങ്കിൽ അതൊന്ന് പറയോ?